നമ്മൾ ഇന്ന് തമിഴ്നാട്ടിൽ പോവാണ് കേട്ടോ. എൻ്റെ കൂടെ ഈ ഒരു ഫ്രണ്ട് കൂടെയുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനും കൂടെ പോകുന്നത്. അവൾ ഒറ്റയ്ക്കായതുകൊണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഞാനിന്ന് ഫ്രീ ആയതുകൊണ്ട്. അങ്ങനെ നമ്മൾ ഇതേ ബസ് കയറി ഇരുന്നിട്ടുണ്ട്. തമ്പാനൂരിൽ നിന്നാണ് ബസ് കയറിയത്. പിന്നെ ഇതേ ബസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മാർത്താണ്ഡത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല പൊട്ടിപ്പൊരുന്ന വെയിലായതുകൊണ്ട് കുടയൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ സ്കൂൾ വിട്ട സമയമായതുകൊണ്ട് നമ്മൾ ഒരു ചായക്കടയിൽ നിന്ന് തപ്പി ഇറങ്ങി. അങ്ങനെ ഒരു ചായക്കടയിൽ എത്തി. ഇത് അവിടെ കുറേ സമയം ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം ഇങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. കാരണം ഉറങ്ങി എണീച്ച് അതേ മട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ സ്നാക്സ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, ചായ മാത്രമേ വാങ്ങിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ചായയൊക്കെ കുടിച്ച് നമ്മളിനി നേരെ നമ്മളെ പോവേണ്ട സ്ഥലത്ത് പോകണം. പക്ഷെ നമുക്ക് വഴി അറിയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ചോദിച്ച് പോകുന്നുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് എന്തോ ഒരു ആവശ്യം, ഒരു ഫംഗ്ഷൻ എന്തോ ഉണ്ടായിരുന്നു, അതിൻ്റെ എന്തോ ആവശ്യത്തിന് വേണ്ടി പോയതാണ്. അങ്ങനെ ഇതേ മാർത്താണ്ഡം ബസ് സ്റ്റാൻഡിലെത്തി. അവിടുന്ന് കുറേ ആൾക്കാരോട് ചോദിച്ചു ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്, എവിടെ നിന്നാണ് ബസ് കയറേണ്ടത്. കാരണം നമുക്ക് വായിക്കാൻ അറിയില്ലല്ലോ, തമിഴ് വായിക്കാൻ അറിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ കുറേ കഷ്ടപ്പെട്ടു. പിന്നെ കുറേ ആൾക്കാരോട് ചോദിച്ചങ്ങ് പോയി. പിന്നെ ഇത് ഒരു ബസ് സ്റ്റോപ്പിൽ നിറച്ചും ഡ്രസ്സിലൊക്കെ കണ്ടേ. പക്ഷെ അവിടെ 2 എണ്ണം 500, 3 എണ്ണം 500 എന്നൊക്കെ കണ്ടപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ അതല്ല, വേറെ ഉള്ളിലുള്ള വേറെ ഡ്രസ്സാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഓട്ടോക്കാരനോട് വഴി ചോദിച്ച് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് ഓട്ടോ കയറി പോകുന്നുണ്ട്. ഓട്ടോക്കാരനോട് ചോദിച്ചപ്പോൾ കറക്റ്റ് വഴി പറഞ്ഞു തന്നു. പിന്നെ അയാൾ ആ ഓട്ടോ കയറാൻ പറഞ്ഞ് നമ്മളങ്ങ് ഓട്ടോ കയറി. അങ്ങനെ ഓട്ടോ കയറിയിരുന്ന് നേരെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുകയാണേ. അങ്ങനെ ഇതേ നമ്മളത് മുടിയൊക്കെ അയച്ചിട്ടിട്ടുണ്ട്. എന്താ പറയുക, ഉറങ്ങി എണീച്ച പോലെയായിരുന്നു വീട്ടിൽ നിന്ന് വരുമ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ മുടിയൊക്കെ അയച്ചിട്ട് പിന്നെ അവിടെ എത്തി ഇത് ഒരു കട്ടൻ ചായയും പോപ്കോണും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഫംഗ്ഷൻ ആയിരുന്നേ. അപ്പം നമ്മൾ അവിടെ നിന്ന് നേരെ കയറി ഫുഡൊക്കെ കഴിച്ചു. പൈനാപ്പിൾ ഉണ്ട്. പിന്നെ അവരുടെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ അപ്പവും മട്ടൻ കറിയൊക്കെ തരും. അങ്ങനെ അത് കഴിക്കണം. അത് കഴിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് മട്ടൻ ബിരിയാണിയും അതുപോലുള്ള സാധനങ്ങളൊക്കെ തരുള്ളൂ, ചിക്കൻ ഫ്രൈ ഒക്കെ തരുള്ളൂ. അങ്ങനെ നമ്മൾ അതും കഴിച്ച് നേരെ തമ്പാനൂരേക്ക് തിരിച്ചു വരാൻ വേണ്ടി പോവുകയാണ്. നമ്മളെ പോയ ആവശ്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ തിരിച്ചു. ഏകദേശം ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ബസ്സിന് വേണ്ടി കുറേ സമയം വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ ഇത് തമിഴ്നാട് ബസ്സിൽ ലേഡീസിന് ഫുൾ ഫ്രീ ആണ്. അപ്പം നമ്മൾ ഇന്ന് പോയത് മുഴുവൻ ഫ്രീ ആയിട്ടാണ് പോയത്. തമിഴ്നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഫുൾ ഫ്രീ ആണ് ബസ്സിൽ. ടിക്കറ്റ് പൈസ ഒന്നും വേണ്ട. നമ്മൾ കേരളത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എവിടെയൊക്കെ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി നടന്നേനല്ലേ. അങ്ങനെ ഇത് നമ്മൾ ബസ് കയറി. ബസ്സിലാണെങ്കിൽ ഒരാളും ഇല്ല, എനിക്കും അവൾക്കും വേണ്ടി മാത്രം ഓടുന്ന ബസ് പോലെയാണ് നമുക്ക് തോന്നിയത്. അങ്ങനെ നമ്മൾ മാത്രമുള്ള ബസ്സിൽ നമ്മൾ നേരെ കയറി. പിന്നെ തമ്പാനൂരെത്തി. ഉറങ്ങിയിട്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ തമ്പാനൂരെത്തി. അങ്ങനെ വൈഷ് തന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നേ ബസ് സ്റ്റാൻഡിൽ. അങ്ങനെ നമ്മൾ ഇന്ന് ചായയും കുടിച്ചതിന് നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി വീഡിയോയുമായി നാളെ വരാം. ബൈ.